പൊട്ടിയ 3 കുപ്പിയോളം വെച്ചിട്ട് ഞാനിപ്പോൾ എന്തെന്നാണ് ചെയ്യുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ ഈ പൊട്ടിയ കുപ്പിയോളം വെച്ചിട്ട് പുതിയൊരു വള ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. അതായത് പൊട്ടിയ കുപ്പിവള വേണം തന്നെയല്ല, ഞാനിത് കളയാൻ വെച്ച ഒരു വളയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. ഇടയിൽ ചെറിയ ചെറിയ പൊട്ടലുകളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, ഇത് വെച്ചൊരു ത്രെഡ് ബാങ്കിൾ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വള ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു എംബ്രോയ്ഡറി ചെയ്യുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ കളറാണ് കേട്ടോ, നല്ല നേവി ബ്ലൂ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് മുഴുവനും ചുറ്റി കൊടുക്കുക. ആദ്യം കുറച്ച് ഗ്ലൂ തേച്ചിട്ട് മുഴുവനായും ചുറ്റിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്, സീക്വൻസ് ആണെങ്കിൽ സീക്വൻസ് വെച്ച് കൊടുക്കുക, സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ വെച്ച് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ആവുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോൺ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഡ്രസ്സിന് വേണ്ടി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് സ്റ്റോൺസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അത് വെക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അതാ നല്ലൊരു വള കിട്ടിയിട്ടുണ്ട്. ഞാൻ കളയാൻ വെച്ച വളയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, ഞാനത് ഇട്ട് നോക്കിയിട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അത് ഇട്ടപ്പോൾ. അതായത് നമ്മൾ ബ്ലൂ കളർ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തൊക്കെ ഇടാമല്ലോ നമുക്ക്. ഇപ്പോൾ ഒരു വള മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പെയറും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് ഒരു വളയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലായിട്ട് കുറച്ച് നേരിയ വളകൾ ഇട്ടിട്ട് ഒരു സെറ്റ് വളയായിട്ട് നമുക്കിത് വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല, ശരിക്കും കാണുമ്പോൾ നല്ല വളയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ കൂടുതൽ മേക്ക് ഓവറൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. ഈ വള ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് 3 നേരിയ കുപ്പിവള വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. ഇതുപോലെ തന്നെ വേറെ കളർ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ കളറും വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. എല്ലാവരും ചെയ്യുന്നുണ്ടാവും, എന്നാലും ചെയ്യാത്തവരോടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കടയിൽ പോയി വാങ്ങാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഇതുപോലത്തെ ഡിസൈനർ വള നമുക്ക് നല്ല പാർട്ടി വെയർ ഡ്രസ്സിന് കൂടെ ധരിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതിലിപ്പോൾ ഞാനൊരു സ്റ്റോൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പല ഡിസൈനും വേണമെങ്കിൽ ആക്കിയിട്ട് എടുക്കാം, ഇതിനേക്കാളും ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും വള ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.